കാശ്മീർ ഭീകരാക്രമണത്തെ അപലപിച്ച് പാർലമെന്റിൽ ചേർന്ന സർവകക്ഷി യോഗത്തിൽ പ്രമേയം പാസാക്കി. സുരക്ഷാ സേനയോടൊപ്പം നിൽക്കുന്നതായി പ്രമേയം. അതേസമയം ഇന്നത്തെ യോഗത്തിൽ പ്രധാനമന്ത്രി പങ്കെടുത്തില്ല. പ്രധാനമന്ത്രിയുടെ നേതൃത്വത്തിൽ എല്ലാ പാർട്ടി നേതാക്കളെയും ക്ഷണിച്ച യോഗം ചേരണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടു. രാജ്യത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ള കശ്മീരികൾക്കും മുസ്ലിങ്ങൾക്കും സുരക്ഷ ഉറപ്പുവരുത്തണമെന്ന് ഇടത് പാർട്ടികളും ആവശ്യപ്പെട്ടു. 2 മണിക്കൂറിലേറെ നീണ്ട സർവകക്ഷി യോഗത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്നാഥ് സിംഗ് കേന്ദ്ര സർക്കാരിന്റെ നീക്കങ്ങൾ വിശദീകരിച്ചു. നയതന്ത്ര മേഖലയിൽ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തും. എല്ലാ രാഷ്ട്രീയ പാർട്ടികളുടെയും പിന്തുണയും അദ്ദേഹം തേടി. കേന്ദ്ര സർക്കാരിനെ പിന്തുണയ്ക്കുന്നുവെന്നറിയിച്ച കോൺഗ്രസ് പ്രധാനമന്ത്രി ദേശീയ പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികളുടെ യോഗം വിളിച്ചു ചേർക്കണമെന്നും എല്ലാവരെയും വിശ്വാസത്തിലെടുക്കണമെന്നും ആവശ്യപ്പെട്ടു. हम देश की एकता के लिए, देश की अखंडता के लिए, देश की सुरक्षा के लिए, जनता की सुरक्षा के लिए, सिक्योरिटी फोर्सेस की सुरक्षा के लिए हम सरकार के साथ खड़े रहेंगे. സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ രാജ്യത്തെ മുസ്ലിങ്ങൾക്കും വിവിധ സംസ്ഥാനങ്ങളിൽ കഴിയുന്ന സാധാരണക്കാരായ കാശ്മീരികളുടെയും സുരക്ഷ കേന്ദ്ര സർക്കാർ ഉറപ്പുവരുത്തണമെന്ന് ഇടതു പാർട്ടികൾ പറഞ്ഞു. No instigation of passions against Muslims, no instigation of passions against Kashmiri students or Kashmiri people, and government should ensure the safety of Kashmiri students. ഫെബ്രുവരി 14 തീവ്രവാദി ആക്രമണത്തെ അപലപിച്ച് സർവകക്ഷി യോഗം പ്രമേയം പാസാക്കി. വീരമൃത്യു വരിച്ച ജവാന്മാരുടെ കുടുംബത്തിന്റെ ദുഃഖത്തിൽ പങ്കുചേരുന്നു. അതിർത്തി കടന്നുള്ള തീവ്രവാദി പ്രവർത്തനങ്ങളെ എതിർക്കുന്നതായും പ്രമേയം പറയുന്നു. सभी दलों के नेताओं ने मौन रखकर हमारे शहीद जवानों को श्रद्धांजलि दी. ഉറി ആക്രമണത്തെ തുടർന്ന് സർജിക്കൽ സ്ട്രൈക്കിന് ശേഷമാണ് കേന്ദ്രം സർവകക്ഷി യോഗം വിളിച്ചെങ്കിൽ ഇത്തവണ സ്ഫോടനം കഴിഞ്ഞയുടനെയാണ് കേന്ദ്രം യോഗം വിളിച്ചത്. ന്യൂസ് ബ്യൂറോ, ദില്ലി. കാശ്മീർ തീവ്രവാദാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനുമായുള്ള എല്ലാ നയതന്ത്ര ബന്ധവും വിച്ഛേദിച്ച പാകിസ്ഥാനിലെ ഇന്ത്യൻ ഹൈക്കമ്മീഷണർ അജയ് ബിസാരിയ മടങ്ങിയെത്തി. ജെയ്ഷെ മുഹമ്മദ് സ്ഥാപകൻ മസൂദ് അസറിനെ രാജ്യാന്തര തലത്തിൽ ഭീകരനായി പ്രഖ്യാപിക്കാൻ ഇന്ത്യയെ പിന്തുണയ്ക്കാമെന്ന് അമേരിക്ക അറിയിച്ചു. പാക് അധീന കശ്മീരിൽ പ്രത്യാക്രമണത്തിനായി സൈന്യം തയ്യാറെടുക്കുകയാണ്. സ്ഫോടനത്തിനായി 150 കിലോ RDX ആണ് ഉപയോഗിച്ചതെന്ന് NIA പരിശോധനയിൽ കണ്ടെത്തി. വാഹനം ഇടിച്ചുകയറ്റിയല്ല സ്ഫോടനം നടത്തിയതെന്നും സ്ഥിരീകരണം. സ്ഫോടനത്തിന്റെ കൂടുതൽ വിശദാംശങ്ങൾ NIA, കേന്ദ്ര ഫോറൻസിക് വിഭാഗം എന്നിവർ നടത്തിയ പരിശോധനയിൽ കണ്ടെത്തി. 100 മുതൽ 160 കിലോ വരെയുള്ള RDX ശേഖരം സ്ഫോടനത്തിന് ഉപയോഗിച്ചിട്ടുണ്ട്. സ്ഫോടക വസ്തുക്കൾ ഒളിപ്പിച്ച വാഹനം CRPF വാഹന വ്യൂഹത്തിലേക്ക് എതിർദിശയിൽ നിന്ന് ഇടിച്ചു കയറ്റുകയായിരുന്നില്ല. സൈനിക വാഹനം കടന്നുപോകവേ സമീപത്തുകൂടെ പോവുകയായിരുന്ന സ്കോർപിയോ പൊട്ടിത്തെറിച്ചാണ് അപകടമുണ്ടാക്കിയത്. സമാന രീതിയിൽ ഇറാൻ പാകിസ്ഥാൻ അതിർത്തിയിൽ ജെയ്ഷെ മുഹമ്മദ് നടത്തിയ സ്ഫോടനത്തിന്റെ ദൃശ്യങ്ങൾ പുറത്തുവന്നു. ഖാഷ് സഹേദൻ റോഡിൽ നടന്ന ആ സ്ഫോടനത്തിൽ എല്ലാ സൈനികരും കൊല്ലപ്പെട്ടിട്ടുണ്ട്. ജമ്മു ശ്രീനഗർ പാതയിൽ അവന്തിപ്പുരയിലും ഇത് ജെയ്ഷെ മുഹമ്മദ് പുനഃസൃഷ്ടിച്ചു. മഞ്ഞുവീഴ്ച കാരണം ഗതാഗതം നിർത്തിവെച്ച ഹൈവേയിൽ സേനയുടെ പ്രത്യേക പരിശോധനയും പൂർത്തിയായ ശേഷമാണ് CRPFന്റെ വാഹനവ്യൂഹം കടത്തിവിട്ടത്. സ്ഥലം മാറി വന്നവരും അവധി കഴിഞ്ഞവരുമടക്കം നിരവധി സൈനികർ കാശ്മീരിലെ ബറ്റാലിയനിൽ പോകാൻ ജൂലൈ 4 മുതൽ ജമ്മുവിൽ ക്യാമ്പ് ചെയ്യുന്നുണ്ടായിരുന്നു. മഞ്ഞുവീഴ്ച കുറഞ്ഞപ്പോൾ എല്ലാവരെയും ഒരുമിച്ച് മാറ്റാൻ തീരുമാനമെടുത്തു. അതാണ് 79 വാഹനങ്ങളും 2500-ലേറെ സൈനികരും ഒരുമിച്ചായതെന്ന് സൈനിക വൃത്തങ്ങൾ പറയുന്നു. പക്ഷേ വാഹനവ്യൂഹം കടന്നു പോകുമ്പോൾ സിവിലിയൻ വാഹന ഗതാഗതം തടയും. ഇവിടെ എങ്ങനെ തീവ്രവാദിക്ക് എത്താൻ കഴിഞ്ഞു എന്നത് സംശയമുണ്ടാക്കുന്നു. ചാവേർ അദിൽ അഹമ്മദിനെ കൂടാതെ ഒരാൾ കൂടി ആക്രമണത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. ജെയ്ഷെ മുഹമ്മദിന്റെ സ്ഥാപകൻ മസൂദ് അസ്ഹറിന്റെ മൂത്ത സഹോദരൻ അത്തർ ഇബ്രാഹിമിന്റെ മകൻ മുഹമ്മദ് ഉമേറാണ് സ്ഫോടനത്തിന് പിന്നിലെ സൂത്രധാരനെന്ന് അന്വേഷണ സംഘം സംശയിക്കുന്നു. കൃത്യമായ തിരിച്ചടി നൽകാൻ സൈന്യം ഒരുങ്ങുന്നതായി സൂചനയുണ്ട്. പാക് അധീന കാശ്മീരിലെ തീവ്രവാദ ക്യാമ്പുകൾക്ക് നേരെ മിസൈൽ ആക്രമണമോ വ്യോമസേന വഴിയുള്ള ആക്രമണത്തിനോ സേന സജ്ജമായി. ഇതിൽ പ്രതികരിക്കാൻ പാകിസ്ഥാൻ തയ്യാറായാൽ കാർഗിൽ മാതൃകയിലുള്ള കരസേനയുടെ പൂർണ്ണതോതിലുള്ള തിരിച്ചടിയുണ്ടാകും. ഇതിനു മുമ്പായി ലോകരാഷ്ട്രങ്ങളുടെ പിന്തുണ ഇന്ത്യ ആർജിക്കുന്നുണ്ട്. ഇതുവരെ 48 രാഷ്ട്രങ്ങൾ പിന്തുണയുമായി എത്തി. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ അമേരിക്കൻ സുരക്ഷാ ഉപദേഷ്ടാവ് ജോൺ ബോൾട്ടനുമായി ഫോണിൽ സംസാരിച്ചു. തീവ്രവാദി മസൂദ് അസ്ഹറിനെ ഭീകരനായി പ്രഖ്യാപിക്കാൻ സഹായിക്കാമെന്ന് ജോൺ ബോൾട്ട് അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ബ്യൂറോ, ദില്ലി. വീരമൃത്യു വരിച്ച മലയാളി ജവാൻ VV വസന്തകുമാറിന്റെ മൃതദേഹം ജന്മനാട്ടിലെത്തിച്ചു. ലക്കിടിയിൽ പൊതുദർശനത്തിന് വച്ച ശേഷം വൈകിട്ട് തൃക്കേപ്പറ്റയിൽ സംസ്കാര ചടങ്ങുകൾ നടക്കും. വിവരങ്ങളുമായി അനൂപ് ചേരുന്നുണ്ട്. അനൂപ്, ലക്കിടിയിലെ പൊതുദർശന ചടങ്ങുകൾ ആരംഭിച്ചോ? എപ്പോഴാണ് സംസ്കാര സമയം?
കോഴിക്കോട് വിമാനത്താവളത്തിൽ എത്തിച്ച അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരവും ഇപ്പോൾ വയനാട്ടിലേക്ക് കൊണ്ടുവരികയാണ്. തൊണ്ടയാട് ബൈപ്പാസിന് സമീപം പൊതുദർശനത്തിന് കോഴിക്കോട് വിമാനത്താവളത്തിന് ശേഷം വിമാനത്താവളത്തിൽ സംസ്ഥാന ബഹുമതികളോടുകൂടി മന്ത്രിമാരായ KT ജലീൽ, കടന്നപ്പള്ളി രാമചന്ദ്രൻ തുടങ്ങിയവർ ഏറ്റുവാങ്ങിയ ഭൗതിക ശരീരം തൊണ്ടയാട് ബൈപ്പാസിന് സമീപത്ത് ഒരു പൊതുദർശനത്തിന് വെച്ചു. കുറച്ചുനേരം അവിടെ നിന്ന് ഇപ്പോൾ വയനാട്ടിലേക്ക് കൊണ്ടുവരികയാണ്. ഏതാണ്ട് 1 മണിക്കൂറിനുള്ളിൽ തന്നെ ഇവിടെ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം എത്തും. വയത്തിരി ലക്കിടിയിൽ അദ്ദേഹത്തിന്റെ പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ വയനാട് ലക്കിടിയിലെ ഗവൺമെന്റ് LP സ്കൂളിലാണ് അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം പൊതുദർശനത്തിന് വെക്കുക. ഏതാണ്ട് 1 മണിക്കൂറോളം ഇവിടെ അദ്ദേഹത്തിന് പൊതുദർശനം ഉണ്ടാവും. ഇതിനുശേഷമായിരിക്കും അദ്ദേഹത്തിന്റെ വസതി സ്ഥിതി ചെയ്യുന്ന തൃക്കേപ്പറ്റയിലെ മുക്കംകുന്ന് എന്ന പ്രദേശത്തേക്ക് കൊണ്ടുപോവുക. അവിടെയാണ് സംസ്കാര ചടങ്ങുകൾ നടക്കുന്നത്. ഏതായാലും 1 മണിക്കൂറിനുള്ളിൽ അദ്ദേഹത്തിന്റെ ഭൗതിക ശരീരം ഇവിടെ എത്തും. പൂർണ്ണ ഔദ്യോഗിക ബഹുമതികളോടുകൂടി അദ്ദേഹത്തിന് അന്ത്യോപചാരം അർപ്പിക്കാനാണ് അതിനുള്ള സജ്ജീകരണങ്ങളാണ് വയനാട്ടിൽ ഇപ്പോൾ നടക്കുന്നത്. ഏതാനും 1 മണിക്കൂറിനുള്ളിൽ തന്നെ ഇവിടെ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ശരി, അനൂപാണ് വിവരങ്ങൾ നൽകിയത്. നരേന്ദ്രമോദി ഭരണം ആരംഭിച്ച 2014 മുതൽ ഇതുവരെ 110ലേറെ സൈനികർ ജമ്മു കശ്മീരിൽ കൊല്ലപ്പെട്ടു. മോദി സർക്കാരിന്റെ കശ്മീർ നയത്തിൽ പ്രദേശവാസികൾ തന്നെ സൈന്യത്തിന് നേരെ തിരിയുന്നതാണ് കഴിഞ്ഞ 5 വർഷമായി രാജ്യം കണ്ടതെന്ന് നയതന്ത്ര വിദഗ്ധർ പറയുന്നു. പുൽവാമ തീവ്രവാദി ആക്രമണം മോദി സർക്കാരിന്റെ കശ്മീർ നയത്തിലെ പരാജയമാണെന്ന് CPIM പോളിറ്റ് ബ്യൂറോ ചൂണ്ടിക്കാട്ടി. 2014 ഡിസംബറിൽ ഷോപ്പിയാൻ, പുൽവാമ, ഉറി, അഹമ്മദ് നഗർ തുടങ്ങി വ്യത്യസ്ത ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടത് 21 പേർ. അതിൽ 11 പേർ സൈനികർ. 2016 വർഷം ആരംഭിച്ചത് തന്നെ രാജ്യത്തെ ഞെട്ടിച്ച് പത്താൻകോട്ട് വ്യോമസേനാ താവള ആക്രമണത്തോടെ. ജനുവരി 2 ആക്രമണത്തിൽ 7 സൈനികരടക്കം 11 മരണം. അതേ വർഷം ജൂൺ 25 പുൽവാമയിൽ തീവ്രവാദികളും സുരക്ഷാ സൈന്യവും തമ്മിലുള്ള ഏറ്റുമുട്ടലിൽ 8 സൈനികർ മരിച്ചു. സെപ്റ്റംബർ 18 സർജിക്കൽ സ്ട്രൈക്കിലേക്ക് വഴിതെളിച്ച ഉറി സൈനിക ക്യാമ്പ് ആക്രമണം. 18 ജവാന്മാർ വീരമൃത്യു വരിച്ചു. നവംബർ 29 വീണ്ടും നഗ്രോട്ട സൈനിക താവളത്തിലേക്ക് തീവ്രവാദികളെത്തി. പ്രത്യാക്രമണത്തിൽ എല്ലാ തീവ്രവാദികളെയും വധിച്ചെങ്കിലും രാജ്യത്തിന് നഷ്ടമായത് 7 സൈനികരുടെ ജീവൻ. 2017 ആദ്യ മാസങ്ങളിൽ വലിയ ആക്രമണങ്ങൾ കാശ്മീരിലുണ്ടായില്ല. പക്ഷേ ഓഗസ്റ്റ് 26 പുൽവാമ ജില്ലാ പോലീസ് ആസ്ഥാനത്തിന് സമീപമുണ്ടായ സ്ഫോടനത്തിൽ 8 സൈനികർക്ക് ജീവൻ നഷ്ടമായി. വർഷാവസാന ദിനമായ ഡിസംബർ 31 പുൽവാമ മിലിറ്ററി ക്യാമ്പിലേക്ക് വീണ്ടും ആക്രമണം. 5 സൈനികരടക്കം 8 പേർ മരിച്ചു. 2019 ചാവേർ ആക്രമണത്തിലൂടെ 41 CRPF ജവാന്മാരെ വീണ്ടും രാജ്യത്തിന് നഷ്ടമായി. പല ആക്രമണങ്ങളിലും പ്രദേശവാസികളാണ് മുൻനിരയിൽ. നരേന്ദ്രമോദി സർക്കാരിന്റെ ജമ്മു കാശ്മീർ നയം തന്നെ ചോദ്യം ചെയ്യപ്പെടുന്നു. സർക്കാർ പോലും ഇല്ലാത്ത വിധത്തിൽ കാശ്മീർ ഒറ്റപ്പെട്ടിരിക്കുന്നു. തീവ്രവാദികളെയും പ്രദേശവാസികളെയും ഒരുപോലെ കൈകാര്യം ചെയ്യുന്നതും പ്രശ്നങ്ങൾ വഷളാക്കുന്നുണ്ട്. നരേന്ദ്രമോദി സർക്കാരിന്റെ കാശ്മീർ നയം പരാജയപ്പെട്ടുവെന്ന് CPIM പോളിറ്റ് ബ്യൂറോ ചൂണ്ടിക്കാട്ടി. സത്യപ്രതിജ്ഞയ്ക്ക് ക്ഷണിച്ചും പാകിസ്ഥാനിൽ അപ്രതീക്ഷിത സന്ദർശനം നടത്തിയതിനുമപ്പുറം ജമ്മു കാശ്മീരിന്റെ മനസ്സറിയാൻ മോദി സർക്കാരിനും കഴിഞ്ഞില്ല. സന്തോഷ് സർലിംഗ്, ന്യൂസ് ബ്യൂറോ, ദില്ലി. വൻ ഭീകരാക്രമണത്തിൽ രാജ്യം വേദനിക്കുമ്പോൾ പൊതുപരിപാടികളും ഉദ്ഘാടനങ്ങളുമായി പ്രധാനമന്ത്രി. BJP ദില്ലി അധ്യക്ഷൻ മനോജ് തിവാരി ഡാൻസ് പാർട്ടി നടത്തിയപ്പോൾ ദേശീയ അധ്യക്ഷൻ അമിത്ഷാ ചിരിച്ചുല്ലസിച്ച് പരിപാടിയിൽ പങ്കെടുക്കുന്ന ദൃശ്യങ്ങളും പുറത്തുവന്നു. കോൺഗ്രസ് അടക്കമുള്ള പ്രതിപക്ഷ പാർട്ടികൾ പ്രചാരണ പരിപാടികളടക്കം റദ്ദാക്കിയിരുന്നു. 40ലേറെ ജവാന്മാർ ഒരൊറ്റ ബോംബ് സ്ഫോടനത്തിൽ ഛിന്നഭിന്നമായി നിൽക്കുന്ന രാജ്യത്തിനു മുമ്പിൽ പാർട്ടി പരിപാടികളും ഉദ്ഘാടനങ്ങളുമായി ദിവസം ചെലവഴിച്ച പ്രധാനമന്ത്രി നരേന്ദ്രമോദി. കേന്ദ്രമന്ത്രിസഭയുടെ സുരക്ഷാ സമിതി യോഗത്തിന്റെ വിശദാംശങ്ങൾ അറിയിക്കാൻ മന്ത്രി അരുൺ ജെയ്റ്റ്ലി ഹാളിന് പുറത്തേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ യോഗത്തിൽ അധ്യക്ഷത വഹിച്ച പ്രധാനമന്ത്രി ദില്ലി റെയിൽവേ സ്റ്റേഷനിലേക്ക് കുതിച്ചു. സ്വന്തം മണ്ഡലമായ വാരണാസിയിലേക്കുള്ള ഹൈസ്പീഡ് ട്രെയിൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു ലക്ഷ്യം. ഉദ്ഘാടനം കഴിഞ്ഞ മോദി ഝാൻസിയിലെ പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് റാലിയിലെത്തി. കാശ്മീരിലാകട്ടെ ജവാന്മാരുടെ മൃതദേഹങ്ങൾ ആശുപത്രിയിൽ നിന്നും വിമാനത്താവളത്തിലേക്ക് മാറ്റുകയായിരുന്നു. അപ്പോൾ ജവാന്മാരുടെ കുടുംബത്തിന്റെ നിലവിളികൾ മാധ്യമങ്ങൾ സംപ്രേഷണം ചെയ്യുമ്പോൾ മോദി ഝാൻസിയിലെ റാലിയിൽ രാഷ്ട്രീയ പ്രസംഗം നടത്തുന്നു. അതിനുശേഷം ബീഹാറിലെത്തിയ മോദി നിരവധി പദ്ധതികളുടെ ഉദ്ഘാടനവും നിർവഹിച്ചു. ഇന്നലെ തീവ്രവാദാക്രമണം കഴിഞ്ഞയുടൻ വാർത്താ സമ്മേളനം പോലും കോൺഗ്രസ് നേതാവ് പ്രിയങ്ക ഗാന്ധി റദ്ദ് ചെയ്ത സമയത്ത് കർണാടകയിലെ BJP റാലിയിൽ ചിരിച്ചുല്ലസിച്ച് സംസാരിക്കുകയായിരുന്നു അമിത്ഷാ. ഭീകരാക്രമണത്തെ അപലപിച്ചതിനു ശേഷമായിരുന്നു അമിത്ഷായുടെ ആഹ്ലാദത്തോടെയുള്ള പ്രസംഗം.
യോഗി ആദിത്യനാഥും കേരളത്തിലെ പരിപാടികൾ മുടക്കമില്ലാതെ നടത്തി. ദില്ലി BJP സംസ്ഥാന അധ്യക്ഷൻ മനോജ് തിവാരി അർദ്ധരാത്രി ഡാൻസ് പാർട്ടി നടത്തിയായിരുന്നു ഭീകരാക്രമണം അറിഞ്ഞ രാജ്യത്തോട് പ്രതികരിച്ചത്. കേന്ദ്ര റെയിൽവേ മന്ത്രി പീയൂഷ് ഗോയൽ തമിഴ്നാട്ടിലെ AIADMK സഖ്യ ചർച്ചകൾ നടത്തി പാർട്ടിയുടെ ശക്തി വർദ്ധിപ്പിക്കുന്ന തിരക്കിലായിരുന്നു. 40-ലേറെ സൈനികർ കൊല്ലപ്പെട്ടിട്ടും രാജ്യത്ത് ദുഃഖാചരണം പോലും ഉണ്ടായില്ല. ന്യൂസ് ബ്യൂറോ, ദില്ലി. ഇപ്പോൾ ആര്യനാട് കേരള സംരക്ഷണ യാത്രയുടെ സ്വീകരണ പരിപാടികൾ നടക്കുന്നു. കോടിയേരി ബാലകൃഷ്ണൻ നയിക്കുന്ന തെക്കൻ മേഖല കേരള സംരക്ഷണ ജാഥയുടെ സ്വീകരണ ചടങ്ങുകളുടെ തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. ആര്യനാട് തിരുവനന്തപുരം ജില്ലയിലാണ് ഇപ്പോൾ ജാഥ പര്യടനം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അല്പസമയത്തിനകം തന്നെ വടക്കൻ മേഖലാ ജാഥ കാസർഗോഡ് നിന്ന് ഇന്ന് ആരംഭിക്കും. ഇപ്പോൾ ആര്യനാട്ടെ സ്വീകരണത്തിന്റെ തത്സമയ ദൃശ്യങ്ങളിലേക്ക്. വിപ്ലവ കേരളത്തിന്റെ വീരേതിഹാസം വിരചിച്ചുകൊണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പടനായകൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റിന്റെ പോളിറ്റ് ബ്യൂറോ അംഗവും കേരള സംസ്ഥാന സെക്രട്ടറിയുമായ സഖാവ് കോടിയേരി ബാലകൃഷ്ണൻ ഇതാ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. അനുഗ്രഹിക്കുക, ആശീർവദിക്കുക. കണ്ണൂർ കൊട്ടിയൂരിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച കേസിൽ ഫാദർ റോബിൻ വടക്കുംചേരിക്ക് 20 വർഷം കഠിന തടവും 3 ലക്ഷം രൂപ പിഴയും തലശ്ശേരി പോക്സോ കോടതിയാണ് ശിക്ഷ വിധിച്ചത്. കൂറുമാറിയ പെൺകുട്ടിയുടെ രക്ഷിതാക്കൾക്കെതിരെയും കേസെടുക്കാൻ കോടതി ഉത്തരവിട്ടു. സന്തോഷ് നൽകും വിശദാംശങ്ങൾ. സന്തോഷ്, വിവിധ വകുപ്പുകളിലായി മൊത്തം 60 വർഷത്തെ ശിക്ഷയാണോ ഇയാൾക്ക് ലഭിച്ചിരിക്കുന്നത്? ഇത് എല്ലാം കൂടി ഒരുമിച്ച് അനുഭവിച്ചാൽ മതിയെന്നാണോ കോടതി വിധിന്യായത്തിൽ പറയുന്നത്? തീർച്ചയായും മനു, 3 വകുപ്പുകളിലായി 20 വർഷം വീതം 60 വർഷത്തെ കഠിന തടവാണ് ഫാദർ റോബിൻ വടക്കാഞ്ചേരിക്ക് ലഭിച്ചത്. ഒപ്പം 3 ലക്ഷം രൂപ പിഴയടക്കണമെന്നും കോടതി വിധിച്ചു. എന്നാൽ തടവ് ശിക്ഷ 20 വർഷം ഒരുമിച്ച് അനുഭവിച്ചാൽ മതിയെന്നും വിധി പ്രസ്താവത്തിൽ വ്യക്തമാക്കുന്നുണ്ട്. ഈ പിഴ ഒടുക്കിയില്ലെങ്കിൽ 1 വർഷം അധിക തടവ് അനുഭവിക്കേണ്ടി വരും. പോക്സോ നിയമത്തിലെ 3A 5F വകുപ്പുകൾ പ്രകാരവും ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലെ 376 2F വകുപ്പ് പ്രകാരവുമാണ് ഫാദർ റോബിൻ വടക്കഞ്ചേരിക്ക് പോക്സോ കോടതി ശിക്ഷ വിധിച്ചത്. പിഴ തുകയുടെ പകുതി പെൺകുട്ടിക്ക് നഷ്ടപരിഹാരമായി നൽകണമെന്നും കോടതി വിധിച്ചു. വിചാരണ വേളയിൽ എല്ലാ സാക്ഷികളും കൂറുമാറിയ കേസിൽ ശാസ്ത്രീയ തെളിവുകളെ ഹാജരാക്കിയാണ് പ്രോസിക്യൂഷൻ കുറ്റം തെളിയിച്ചത്. കൂറുമാറിയ പെൺകുട്ടിയുടെ രക്ഷിതാക്കൾക്കെതിരെ കേസെടുക്കാനും കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. ഇതിനകം തന്നെ ആവശ്യത്തിലധികം മാനസിക പീഡനം അനുഭവിച്ചു എന്ന കാരണം ചൂണ്ടിക്കാട്ടി കൂറുമാറിയ പെൺകുട്ടിയെ നടപടിയിൽ നിന്നും ഒഴിവാക്കി 6 പ്രതികളെ കോടതി വെറുതെ വിടുകയും ചെയ്തു. പെൺകുട്ടി ജന്മം നൽകിയ കുഞ്ഞിനെ സർക്കാർ സംരക്ഷണയിലാക്കണമെന്നും കോടതി വിധിച്ചിട്ടുണ്ട്. ഈ കേസിൽ പ്രോസിക്യൂഷന്റെയും അന്വേഷണ സംഘത്തിന്റെയും സമർത്ഥമായ നീക്കങ്ങളാണ് ഫാദർ വടക്കഞ്ചേരിക്ക് ശിക്ഷ വാങ്ങിക്കൊടുക്കുന്നതിന് ഇടയാക്കിയത്. മനു, ശരി, സന്തോഷമാണ് വിവരങ്ങൾ നൽകിയത്. കശ്മീരിലെ തീവ്രവാദി ആക്രമണത്തിനെതിരെ രാജ്യം ഒറ്റക്കെട്ടായി അപലപിക്കുമ്പോൾ രാഷ്ട്രീയ നേട്ടത്തിന് ആര് ശ്രമിച്ചാലും ശരിയല്ലെന്ന് CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി. മോദി സർക്കാർ വീണ്ടും തിരിച്ചുവന്നാൽ ഭരണഘടനാ സ്ഥാപനങ്ങൾ പോലും ഇല്ലാതാകും. ശബരിമല പ്രശ്നത്തിൽ ശരിയായ നിലപാട് സ്വീകരിക്കാൻ കേരളത്തിലെ ജനങ്ങൾക്ക് തിരിച്ചറിവുണ്ടെന്നും യെച്ചൂരി മാധ്യമപ്രവർത്തകരോട് പറഞ്ഞു. That united effort by everybody should not be derailed into any sort of a divisive campaigns. The attack is by anti-national terrorists. They know no religion, they know no region, so it should not be seen as an attack by some people from one part of the country or from one religion of the country. It should be unitedly, that is our appeal, unitedly we should face this challenge. I don't think that the gains that the BJP was hoping over the Sabrimala issue is going to come to them.
In fact, Sabrimala issue has only reconfirmed, and after that, that women's human wall that took place. 56 lakh women, I mean, unprecedented anywhere in the world. I mean, they coming in to form that human chain. No, that only reaffirms the fact that on the issues of upholding our constitutional directives of equality for all, on that Kerala has been seen as a singular example by everybody else in the country.